ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന, അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പനീർ കൊണ്ടുള്ള ഒരു വിഭവമാണ്. അപ്പോൾ നമ്മൾക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അതിനുശേഷം 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ആവശ്യത്തിന് ഉപ്പും. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇത് ആദ്യം തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത്, ഒരുപാട് വെള്ളം ചേർക്കരുത്, കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഇത് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് പനീറാണ്. ഞാനിവിടെ ഈ ഒരു പനീറിൻ്റെ പകുതിയാണ് എടുക്കുന്നത്. ഒരു 110 ഗ്രാം ഉണ്ടാവും എക്സാക്റ്റ് പറയുവാണെങ്കിൽ. അപ്പോൾ ഇത് നമ്മൾ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ മുറിച്ചെടുക്കണം. ഇതുപോലെ എല്ലാ ഇപ്പം പനീർ ഇതുപോലെ സ്ലൈസസ് ആക്കുക ആദ്യം. അതിനുശേഷം ഈ ഒരു തിക്നെസ് വേണം, കാരണം പനീർ സോഫ്റ്റ് ആയിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കുറച്ച് തിക്നെസ് ഉണ്ടാവണം. എന്നിട്ട് നമ്മൾക്ക് ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുക്കാം. എല്ലാം മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ മസാല എല്ലാം ഇതിലോട്ട് തേച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഇതെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഓരോന്നായിട്ട് പതുക്കെ ഇതിലിട്ട്, എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് പനീറിൻ്റെ സ്റ്റിക്ക് ആയതുകൊണ്ട് ഒടിഞ്ഞു പോവും, നല്ല സോഫ്റ്റ് ആയതുകൊണ്ട്. അതുകൊണ്ട് പതുക്കെ ഓരോന്നിൽ ഇങ്ങനെ തടവി കൊടുത്താൽ മതി. മസാല എല്ലാം ഓരോരോ പനീർ സ്റ്റിക്ക് എടുത്ത് നമ്മൾ തടവി കൊടുക്കുക. അപ്പം എല്ലാം ഇതുപോലെ ചെയ്യാം നമുക്ക്. ഇതിപ്പോൾ എല്ലാം തടവി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് വേണം. അതിലോട്ട് ഈ തടവി വെച്ച ഈ പനീർ സ്റ്റിക്സ് ഒക്കെ എടുത്ത് മുക്കിയെടുത്ത് ഫ്രൈ ചെയ്യാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇതെല്ലാം നമുക്ക് ഒന്ന് പുരട്ടിയെടുക്കാം ഇതിൽ. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനുള്ള പനീർ സ്റ്റിക്സൊക്കെ റെഡിയായിരിക്കുന്നുണ്ട്. ബ്രെഡ് ക്രംസൊക്കെ പുരട്ടി നല്ലതായിട്ട്. പിന്നെ നമ്മൾക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് പാൻ ചൂടാക്കിയതിന് ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. നന്നായിട്ട് മുങ്ങുന്ന രീതിയിലുള്ള എണ്ണ വേണം, അത്രയും ഒഴിക്കണം. ഈ പനീരൊക്കെ മുങ്ങുന്ന രീതിയിലുള്ള. എണ്ണ ചൂടായിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഇതൊക്കെ വറുത്തെടുക്കാം. ഒരുപാട് നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും. അപ്പം മുകളിലുള്ള ഈ കോട്ടിംഗ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രിസ്പി ആയിട്ട് വരുന്ന രീതിയിൽ അത്ര ആകുമ്പോൾ തന്നെ നമുക്കിത് എടുക്കാം. കാരണം പനീർ അപ്പോഴത്തേക്കും അത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അധികം ടൈം എടുക്കില്ലല്ലോ, പനീർ നമ്മളധികം വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേ ഒരു ട്രിപ്പ് കഴിഞ്ഞു. ഇനി അടുത്തത് അതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പം ഇതേ പനീർ സ്റ്റിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് സോസിൻ്റെ കൂടെ കഴിക്കാം, ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും, അകത്ത് നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഐറ്റമാണ്. അപ്പം ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.